ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് SCRT ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു ക്ലാസ്സാണ്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ് തരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ വെറും കുറച്ച് പോയിൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏത് ഭാഗം പഠിക്കണമെന്ന് മനസ്സിലാകും. പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ വെളിയിൽ നിന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകളെല്ലാം തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിലെ ചാപ്റ്റേഴ്സിൻ്റെ പേര് തുല്യതയിലേക്ക് എന്ന പദ്ധതിയാണ്. തുല്യതയിലേക്ക് പദ്ധതി. അതിൽ കുറച്ച് പദ്ധതികളുടെ പേര് പറയുന്നുണ്ട്, കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കന്മാരുടെ പേര് പറയുന്നുണ്ട്, കുറച്ച് ലഹളകൾ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാലേ എന്താ തുല്യത അല്ലെങ്കിൽ എന്താണ് സമത്വം എന്നൊക്കെ പറയാം. എല്ലാവരും ഒരുപോലെയുള്ളവരുടെയാണ് സമത്വം എന്ന് പറയാം. പക്ഷെ അത് എല്ലാവിടെയും നമുക്ക് നടക്കുമോ? പല കാരണങ്ങളാൽ നമുക്കത് വിവേചനം അനുഭവപ്പെടാമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പത്തിക അസമത്വം തന്നെ എല്ലാവിടെയും ഉണ്ടാകുന്നു. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരേ ജോലിയല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ സാലറിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉതകുന്ന തരത്തിൽ കൂടുതൽ പ്രോഗ്രാംസ് കൊണ്ടുവരും. അവരെ അതിനൊപ്പം നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മക്കളെ ആയാലും അതേ ഉയർന്ന തോതിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പരിപാടികൾ നടപ്പിലാക്കും. അപ്പോൾ നമ്മൾ ഈ PSC എടുത്താലും ശരി, സ്കൂളുകൾ കോളേജുകൾ എടുത്താലും ശരി, സാധാരണക്കാരുടെ അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്കാരുടെ മക്കൾക്ക് ആ എഡ്യൂക്കേഷനുള്ള അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല. അത്യാവശ്യം വലിയ നിലയിലുള്ള ആൾക്കാരെ പോലെ ആയിരിക്കില്ല. അപ്പോൾ അവരെ പോലെ എത്തണം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സ്കോളർഷിപ്പുകൾ നൽകും, അതുപോലെയുള്ള സൗകര്യങ്ങൾ നൽകും. ഇപ്പോൾ PSCയിലായാലും അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് 10th കഴിഞ്ഞാലും SC ST കാറ്റഗറിക്കുള്ളവർക്ക് എക്സ്ട്രാ ഫസ്റ്റ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ അസമത്വം കുറച്ചിട്ട് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ തൊഴിലിലും വരുമാനത്തിൽ നിന്നുമുള്ള അസമത്വം എല്ലാം എന്ത് ചെയ്യും? സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകും. സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം തന്നെയാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ അതേ ആയിരിക്കില്ല, അതേ സാലറി, അതേ വരുമാനം, അതേ സാമ്പത്തിക അവസ്ഥ ആയിരിക്കില്ല ഒരു കൂലിപ്പണിക്കാരൻ്റേത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം എന്തിന് കാരണമാവും എന്നാണ് പറയുന്നത്? സാമ്പത്തിക അസമത്വത്തിന് കാരണം ആവും. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യതയില്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാവുന്നത്. വിഭവങ്ങൾ തുല്യതയില്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്ന എന്നാണ് പറയുന്നത്? അസമത്വം നടക്കുന്നു. ഓക്കെ, എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്? സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സാമ്പത്തിക അസമത്വം എന്തുണ്ടാവും? അത് പല മേഖലയിലും, വിദ്യാഭ്യാസത്തിലായാലും തൊഴിലിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്? അസമത്വം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? കുറേ പദ്ധതികൾ നടപ്പിലാക്കി എല്ലാവർക്കും സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇവിടെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്, മിശ്ര ഭോജനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ പല കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും കൂടി, അനുബന്ധ വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു ക്ലാസ്. അല്ലാതെ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത് കൂടാതെ നമുക്ക് SCRT ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്. അപ്പോൾ എക്സ്ട്രാ ക്ലാസ്സസ് വീണ്ടും കിട്ടുമ്പോൾ അതൊന്നുകൂടെ ഓർത്ത് വയ്ക്കാൻ സഹായകമാവും. മിശ്രഭോജനം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന
സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിയിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇതിനു കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അപ്പോൾ മിശ്രഭോജനം നടത്തിയത് ആരാണ്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. എപ്പോഴാണ്? 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ എന്ത് നടത്തിയത്? മിശ്രഭോജനം നടത്തിയത്. ഇനി സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അതായത് വൈകുണ്ഠത്തായാലും എല്ലാവിടെയും ആയാലും എന്താണ്, എല്ലാവരും സമന്മാരാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് എന്ത് നടത്തിയത്? സമപന്തി ഭോജനം നടത്തിയത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവരെ കുറിച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്? വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ് അല്ലേ. വൈകുണ്ഠ സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികളുടെ ജനനം. വൈകുണ്ഠ സ്വാമികളുടെ ജനനം നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1809 മാർച്ച് 12 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ശരിക്കുള്ള അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നൽകിയ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നൽകിയ പേര് മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. എന്നാൽ സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അത് എന്താക്കി മാറ്റി? മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു. പിന്നീട് അത് എന്താക്കി മാറ്റേണ്ടി വന്നവർക്ക്? മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. നാഗർകോവിലിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു 1809 മാർച്ച് 12. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഓർത്തു വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയൊക്കെയാണ്? സമ്പൂർണ്ണദേവൻ, ശിവനാരായണർ, നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ, ശിവനാരായണർ, നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ഈ വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണ കേരളത്തിലെ നാടാർ സമൂഹത്തിലെ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമത്വ സമാജം എപ്പോഴാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ 1836 അത് സ്ഥാപിച്ചത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്നുള്ള ബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമത്വ സമാജം എന്ന ഒരു സംഘടന 1836 സ്ഥാപിച്ചത്. അദ്ദേഹം തന്നെയാണ് സ്വയമായിട്ട് എന്ത് പറഞ്ഞത്? വിഷ്ണുവിൻ്റെ അവതാരമാണ് താൻ എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് 1836. അതുപോലെ തന്നെ ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ആര് എന്ന് പറയുന്നത്? വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹം എതിർത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഊഴിയം വേല, അതുപോലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം എന്നിവയെല്ലാം എതിർത്ത ഒരു നവോത്ഥാന നായകനാണ് ആര് എന്ന് പറയുന്നത്? ഈ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു കൂട്ടായ്മയാണ് തൂവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്നത്. തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചതും ഈ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. ഇദ്ദേഹം 1833 പൂവന്തർ തോപ്പിൽ വെച്ചിട്ട് തൻ്റെ യുഗ തപസ് ആരംഭിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ വൈകുണ്ഠ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. എപ്പോൾ മുതലാണ്? 1833 പൂവന്തർ തോപ്പിൽ വെച്ചിട്ട് യുഗ തപസ് ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ എന്തറിയപ്പെട്ടിരുന്നത്? വൈകുണ്ഠ സ്വാമി എന്നറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. അതുപോലെ തന്നെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച്
ആചാരം ലംഘിച്ച നേതാവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. ശുചീന്ദ്ര ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ് കൂടിയാണ് ആരെന്ന് പറയുന്നത്? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. തൂവൽ പന്തി നടത്തി, സമപന്തി ഭോജനം നടത്തി, ഊഴിയം വേല നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. ഇവയെല്ലാം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതും ഈ വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിശാ പഠനശാലകൾ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് സ്വാമിക്കിണർ എന്നറിയപ്പെടുന്ന മുന്തിരിക്കിണർ സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്ത് അദ്ദേഹം നിർമ്മിച്ചു. സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്ത് സ്വാമിക്കിണർ അല്ലെങ്കിൽ മുന്തിരിക്കിണർ നിർമ്മിച്ചതും ഈ വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ പറഞ്ഞതും ഈ വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. വൈകുണ്ഠസ്വാമിയുടെ വൈകുണ്ഠസ്വാമികളായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുന്നത് എന്താണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിളിച്ചു. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിളിച്ചു. അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിളിച്ചു. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ എങ്ങനെ വിളിച്ചത്? വെണ്ണീച ഭരണം അല്ലെങ്കിൽ വെളുത്ത പിശാചിന്റെ ഭരണം എന്നെല്ലാം വിളിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അതുപോലെ കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് ഈ വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത്. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ കലാപം എന്നറിയപ്പെടുന്ന മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ 1822 വൈകുണ്ഠസ്വാമികളാണ് മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ഈ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമാവുകയുമുണ്ടായി. 1859 എന്തുള്ളത്? ചാന്നാർ ലഹള ഉണ്ടായത്. ഇനി വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? തൈക്കാട് അയ്യയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നാണ്. 5 പേരടങ്ങിയ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നതാണ് സീഡർ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. ഈ സീഡറിൽ ആരൊക്കെ വരുന്നത്? ധർമ്മ സീഡർ, ഭീമൻ സീഡർ, അർജുനൻ സീഡർ, നകുലൻ സീഡർ, സഹദേവൻ സീഡർ എന്നിങ്ങനെയാണ് സീഡർ എന്നറിയപ്പെടുന്നത്. ഇനി സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിങ്കാരത്തോപ്പിൽ വെച്ചിട്ടാണ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പിലാണ് പാർപ്പിച്ചിരുന്നത്. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച ഒരു മതമാണ് അയ്യാവഴി എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഒരു മതമാണ്. അതിൻ്റെ ചിഹ്നം വരുന്നത് തീജോല വഹിക്കുന്ന താമരയാണ് അതിൻ്റെ ചിഹ്നമായി വരുന്നത്. തീജോല വഹിക്കുന്ന താമരയാണ് അതിൻ്റെ ചിഹ്നം. ഈ അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ തിരുച്ചെന്തൂരിലെ ദച്ഛനമാണ് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമായി വരുന്നത്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്നാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഈ അയ്യാവഴിയുടെ പ്രധാന ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പതികൾ എന്നാണ് അറിയപ്പെടുന്നത്. പതികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടന എങ്ങനെ അറിയപ്പെടുന്നത്? വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. VSDP എന്നറിയപ്പെടുന്നത് ഈ വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ്. ഇനി വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അമ്മാനെ, അരുൾനൂൽ എന്നിവയെല്ലാം വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളിൽ പെടുന്നതാണ്.
ഈ കൃതികളെ ക്രോഡീകരിച്ച വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് ഹരി ഗോപാലൻ എന്ന് പറയുന്നത്. ഈ കൃതികളെ ക്രോഡീകരിച്ച വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് ഹരി ഗോപാലൻ എന്ന് പറയുന്നത്. ഈ അയ്യാവഴി മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ അഖിലത്തിരുട്ട് അമ്മാനെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അഖിലത്തിരുട്ട് അമ്മാനെയാണ് അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള അയ്യാവഴി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാഞ്ചിൽ PC അൻപഴകനാണ്. അപ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെ പറഞ്ഞു? വൈകുണ്ഠസ്വാമികൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിളിച്ചു. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ പറഞ്ഞു. അതുകൂടാതെ ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി എന്ന ആശയം വൈകുണ്ഠസ്വാമികളുടേതാണ്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി എന്ന ആശയം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. അതുപോലെ തന്നെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇനി നമ്മൾ അതിൽ ആരിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? സഹോദരൻ അയ്യപ്പനെ കുറിച്ചും കൂടി പറഞ്ഞു അല്ലേ. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചേറായിൽ, എറണാകുളത്തെ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. ഏത് വർഷമാണ് ജനിച്ചത്? 1889 ഓഗസ്റ്റ് 21 എറണാകുളത്തെ ചേറായിൽ ജനിച്ചതാണ് സഹോദരൻ അയ്യപ്പൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അയ്യപ്പൻ മാസ്റ്റർ എന്നുകൂടി ഇദ്ദേഹം അറിയപ്പെടുന്നു. അയ്യപ്പൻ മാസ്റ്റർ, ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് സഹോദര സംഘം എന്ന് പറയുന്നത്. 1917 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം എന്ന് പറയുന്നത്. സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം എന്ന് പറയുന്നത്. എന്താണ് ജാതി രാക്ഷസ ദഹനം? നമ്മൾ പറഞ്ഞു 1917 ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിശ്രഭോജനം നടത്തിയെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം എന്ന് പറയുന്നത്. ഈ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ എന്ന് പറയുന്നത്. അതും 1917 തന്നെയാണ്. സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഈ സഹോദരനിലാണ് അല്ലെങ്കിൽ ഈ മുഖപത്രത്തിലാണ് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്നത്. ഈ മാഗസീനിലാണ് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിറങ്ങിയിരുന്നത്. ഇനി ഇദ്ദേഹം തെക്കേ ഈഴവ നിയോജക മണ്ഡലത്തിൽ നിന്നും 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടുന്നാണ്? തെക്കേ ഈഴവ നിയോജക മണ്ഡലത്തിൽ നിന്നും 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടി, സഹോദരൻ അയ്യപ്പൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടിയായിരുന്നു നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? അദ്ദേഹം പിന്നീട് 1938 അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു, സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ചിട്ട് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് ഈ സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായ സഹോദരൻ എന്ന് പറയുന്നത്. ഇതിലാണ് റഷ്യൻ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയത്. ഇനി ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. അപ്പോൾ വേലക്കാരൻ പ്രസിദ്ധീകരണം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പൻ്റെ പ്രസിദ്ധീകരണമാണ് ഈ വേലക്കാരൻ എന്ന് പറയുന്നത്.
ഇനി സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ 1928 ഇറങ്ങിയ യുക്തിവാദിയാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം, യുക്തിവാദി എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി വർക്കേഴ്സ് എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിൽ ഇറങ്ങിയ സഹോദരൻ അയ്യപ്പന്റെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. അതുപോലെ അദ്ദേഹത്തിന്റെ സംഘടനയായ സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രമാണ് യുക്തിവാദി എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1928. ഇനി ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം നൽകിയതും, അതുപോലെ തന്നെ ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്നും പ്രസ്താവിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണെന്നാണ് പറഞ്ഞത്? സഹോദരൻ അയ്യപ്പനാണെന്ന് പറഞ്ഞു അല്ലേ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യനെന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? അതും സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം മിശ്ര ഭോജനം സ്ഥാപിച്ച എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. 1917 മെയ് 29 അദ്ദേഹം എന്ത് ചെയ്തത്? മിശ്ര ഭോജനം നടത്തിയത് എന്ന് പറഞ്ഞു അല്ലേ. എവിടെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്? ചേറായിൽ വെച്ചിട്ടാണ് അദ്ദേഹം മിശ്ര ഭോജനം നടത്തിയത്. അതിന് തുടക്കം കുറിച്ചത് 1917 മെയ് 29 മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ചത് ചേറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പനാണ്. ഇതിൻ്റെ 100ാം വാർഷികം ആരംഭിച്ചപ്പോഴേക്കും 1917 അല്ലേ. അപ്പോൾ 2017 അതിൻ്റെ 100ാം വാർഷികം ആരംഭിച്ചിട്ടുണ്ടാവുക. ഇനി സഹോദരൻ അയ്യപ്പന് വീരശൃംഖല നൽകി ആദരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചി രാജാവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ കൊച്ചി രാജാവാണ് ഇദ്ദേഹത്തിന് വീരശൃംഖല നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊച്ചി മന്ത്രിസഭയിലും തിരുകൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. 1948 കൊച്ചി മന്ത്രിസഭയിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പാണ് പൊതുമരാമത്ത് എന്ന് പറയുന്നത്. ഇദ്ദേഹം 1949 തിരുകൊച്ചി മന്ത്രിസഭാംഗമായത്. തിരുകൊച്ചി മന്ത്രിസഭയിൽ അംഗമായപ്പോഴാണ് 1949. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച തൊഴിലാളി സംഘടന ഏതാണ്? ഇദ്ദേഹം സ്ഥാപിച്ച തൊഴിലാളി സംഘടനയാണ് ആദി വൈപ്പിൻ തൊഴിലാളി സംഘം എന്ന് പറയുന്നത്. എന്താണ് ആദി വൈപ്പിൻ തൊഴിലാളി സംഘം എന്ന് പറയുന്നു? ഇദ്ദേഹം രൂപം നൽകിയ ഒരു സംഘടനയാണ് വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടന. വിദ്യാപോഷിണി എന്ന ഒരു സാംസ്കാരിക സംഘടനയ്ക്കും സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപം നൽകിയിട്ടുണ്ട്. അശരണർക്കും അംഗഭംഗം സംഭവിച്ചതുമായ വനിതകൾക്കുമായി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയ മന്ദിരമാണ് ശാന്തി മന്ദിരം എന്ന് പറയുന്നത്. എന്താണ് ശാന്തി മന്ദിരം എന്ന് പറയുന്നത്? ഇദ്ദേഹം അനാഥ കുട്ടികളുടെ അഭയത്തിനായിട്ട് സ്ഥാപിച്ച മന്ദിരമാണ് ആനന്ദ ഭവനം എന്ന് പറയുന്നത്. കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം 1940 SNDP യോഗം പ്രസിഡന്റായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എറണാകുളത്തെ MG റോഡിൻ്റെ അദ്ദേഹം എറണാകുളത്ത് ജയറായില ജനിച്ചെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ എറണാകുളത്തെ MG റോഡിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. എറണാകുളം വൈറ്റിലയിലാണ് സഹോദരൻ അയ്യപ്പൻ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന സന്ദേശം നൽകി ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതി താൻ ഹിന്ദുമതം എന്ന് പ്രസ്താവിച്ചതൊക്കെ സഹോദരൻ അയ്യപ്പനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പനാണ്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞതും ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ
ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് പറഞ്ഞാൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാടുവാൺ ഈടുങ്കാലം എന്ന കവിതയുടെ രചയിതാവാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിലാണ്. പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു ആണ്. നമ്മളിപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ആകെ കുറച്ച് ഭാഗം, 2 ഭാഗം പറഞ്ഞിട്ടുള്ള ആ 2 ഭാഗത്തിൽ കൂടുതലായിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കത്തെ അല്ലാതെ പുറത്ത് നിന്നുള്ള അനുബന്ധ വിവരങ്ങൾ എടുത്തുകൊണ്ടാണ് ക്ലാസ് ഇത്രയും നീണ്ടുപോകുന്നത്. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ആ ചാപ്റ്റർ നമുക്ക് ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ അതിൽ ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. എന്നാലും ക്ലാസ് ഒരുപാട് നീണ്ടുപോകുമെന്നതിനാലാണ് ക്ലാസ് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.